നമ്മൾ കുഴുപ്പള്ളി ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറായിയുടെ തൊട്ടടുത്തൊക്കെ തന്നെ ഒരു 5 കിലോമീറ്ററൊക്കെ വ്യത്യാസമുള്ളൂ നമ്മൾ. നമ്മൾ സൺസെറ്റിനോടനുബന്ധിച്ചുള്ള ഒരു സമയത്താണ് നമ്മൾ പോയത്. ഏകദേശം ഒരു വൈകുന്നേരം ഒരു 5:30-6 മണി ആവാറായിട്ടുണ്ടായിരുന്നു നമ്മൾ എത്തിയപ്പോൾ തന്നെ. വേറെ 1-2 സ്ഥലങ്ങളും കൂടെ പോയിട്ടാണ് നമ്മൾ ചെന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെറായിക്ക് പോകുന്ന അത് നിവർന്ന് കിടക്കുന്ന ബീച്ചിൻ്റെ ഒരു സൈഡാണ്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇന്ദ്രിയ അഡ്വഞ്ചർ പാർക്ക് എന്ന് പറയണത്. അപ്പോൾ നമ്മൾ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇവിടെ. നമുക്കൊരു ഡേ മുഴുവൻ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇന്ദ്രിയ അഡ്വഞ്ചർ പാർക്കിൽ. അവിടെ കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്. നമ്മളിപ്പോൾ കുഴുപ്പള്ളി ബീച്ചിലാണ് വന്നിട്ടുള്ളത്. ചെറായിയുടെ കുറച്ചപ്പുറത്താണ്. ഒരു 6 മിനിറ്റ് വ്യത്യാസമുള്ളൂ കുഴുപ്പള്ളി ബീച്ചിലേക്ക്. ഈ ബീച്ചിൽ നമുക്ക് പട്ടം പറപ്പിക്കാൻ പറ്റും. അപ്പോൾ മോന് എന്തായാലും കൈറ്റ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ ആദ്യമായിട്ടാണ് കൈറ്റ് പറത്തുന്നത്. പിന്നെ നമ്മുടെ കടലിലേക്ക് നീങ്ങിക്കണൊരു പാലം ഉണ്ട് ഇവിടെ. അത് ഇച്ചിരി അഡ്വഞ്ചറൊക്കെ ഇഷ്ടമുള്ളവർ അതിനകത്തൂടെ കയറി പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പിള്ളേരൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് ഇച്ചിരി പേടിയായിരുന്നു. ഞങ്ങളതിനകത്ത് കയറിയില്ല. പക്ഷേ ബീച്ച് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ച് തന്നെയാണ്. സൺസെറ്റൊക്കെ കണ്ട് നമ്മൾ ഏകദേശം ഒരു 6:45-7 മണി ആവാറായി. ഇരുട്ടായപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. പിന്നെ ബീച്ച് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാറ്റൊക്കെ കൊണ്ട് എത്ര നേരം വേണമെങ്കിലും നിൽക്കാം. അപ്പം ഇത് ചെറായി ബീച്ച് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളിത് അത്രയും കേട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ദ്രിയയിലേക്ക് പോകുന്നവർക്കാണെങ്കിലും നല്ലതാണ് കുഴുപ്പള്ളി ബീച്ച്. അപ്പോൾ വെക്കേഷൻ സമയത്തൊക്കെ എല്ലാവർക്കും പോകാവുന്നതാണ്. ഇതിൻ്റെ അടുത്ത് കുറച്ച് കടകളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചു. നല്ല ദിവസമായിരുന്നു.